കേരള സർവകലാശാലയിൽ ഗവർണർക്കെതിരെ എസ്എഫ്ഐ ബാനർ ഉയർത്തിയിരിക്കുന്നു. വിദ്യാർത്ഥി വിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ചാണ് എസ്എഫ്ഐയുടെ നടപടി. അതിലേക്ക് പക്ഷേ ഇവിടെ ഗവർണർ വരില്ല കേട്ടോ കേട്ടോ അങ്ങനെ തടയാൻ നോക്കിയാൽ വലിയ ബുദ്ധിമുട്ടാവും സാറേ. അങ്ങനെ തടയാൻ നോക്കിയാൽ വലിയ ബുദ്ധിമുട്ടാവും. അങ്ങനെ തടയാൻ നോക്കിയാൽ വലിയ ബുദ്ധിമുട്ടാവും. അങ്ങനെ തടയാൻ നോക്കിയാൽ വലിയ ബുദ്ധിമുട്ടാവും. അങ്ങനെ തടയാൻ നോക്കിയാൽ വലിയ സുലേഖ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സുലേഖ, അതായത് ഇന്നിപ്പോൾ സെനറ്റ് യോഗം, അതിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഗവർണർ കേരള യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നത്. പക്ഷേ എസ്എഫ്ഐ പ്രവർത്തകർ ഇപ്പോൾ അദ്ദേഹത്തെ തടയുന്നതിനും അതേപോലെ തന്നെ അദ്ദേഹത്തിനെതിരായി ബാനർ സ്ഥാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ പോലീസുകാർ എസ്എഫ്ഐ പ്രവർത്തകരെ മാറ്റാനുള്ള ശ്രമങ്ങൾ കൂടി തുടരുന്നുണ്ട്. എന്തായാലും വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള ചില നിലപാടുകൾ ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഒപ്പം തന്നെ രാജ്ഭവനിൽ RSS വൽക്കരണത്തിനുള്ള ശ്രമങ്ങൾ അത് ഗവർണർ നടത്തുന്നു. ഞങ്ങൾക്ക് വേണ്ടത് ചാൻസലറെയാണ്, അല്ലാതെ ഗാന്ധിജിയുടെ ഘാതകനായിട്ടുള്ള സവർക്കറെയല്ല വേണ്ടത് എന്ന് പറയുന്നുണ്ട് വിദ്യാർത്ഥികൾ. എന്തായാലും അത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഗോൾബാക്കറുടെയും ഒപ്പം സവർക്കറുടെയും അടക്കം ചിത്രങ്ങൾ രാജ്ഭവന് മുന്നിൽ ഉണ്ടായിരുന്നത്. ഇതിനെതിരെ ഇന്നലെ തന്നെ എസ്എഫ്ഐയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ ഈ ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പങ്കെടുക്കുന്ന ഈ യോഗം, സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ ഗവർണർ എത്തുന്നതിന് മുന്നെയാണ് ഇത്തരത്തിൽ കേരള സർവകലാശാല ആസ്ഥാനത്ത് എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ ഗവർണർക്കെതിരെയുള്ള ബാനർ ഉയർത്താൻ എസ്എഫ്ഐ പ്രവർത്തകർ ശ്രമിച്ചത്. പക്ഷേ അതിനെ തടയുന്ന സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ബാനർ ഉയർത്തി കെട്ടുന്നതിന് മുന്നേ തന്നെ അത് ഉയർത്താൻ ശ്രമിക്കാത്ത ഒരു സാഹചര്യം, നിലപാട് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. എസ്എഫ്ഐ പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസം തന്നെ ഉയർത്തിയിരുന്നു ഗവർണറുടെ ഈ നിലപാടിനെതിരെ. തങ്ങൾക്ക് വേണ്ടത് ചാൻസലറെയാണ്, അല്ലാതെ ഗാന്ധിയുടെ ഘാതകരായ സവർക്കറെയല്ല എന്നത് തന്നെയാണ് എസ്എഫ്ഐ ഇവിടെ ഉയർത്തിയ ഒരു ബാനറിലെ മുദ്രാവാക്യം എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടും ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം രാജ്ഭവനിലുണ്ടായ സംഭവം, അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധം, അല്ലെങ്കിൽ വലിയ ആശയപരമായ ഒരു പ്രതിഷേധം തന്നെയാണ് എസ്എഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ്. ഗാന്ധിജിയുടെ ഫ്ലെക്സ് ആണ് ഇപ്പോൾ എസ്എഫ്ഐ പ്രവർത്തകർ സർവകലാശാലയ്ക്ക് മുന്നിൽ, ഗാന്ധിജിയുടെ ചിത്രമാണ് സർവകലാശാലയ്ക്ക് മുന്നിൽ ഇപ്പോൾ എസ്എഫ്ഐ പ്രവർത്തകർ ഉയർത്തിക്കാട്ടുന്നത്. ഈ എസ്എഫ്ഐ ഈ ബാനറിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് വി വാണ്ട് ചാൻസലർ, നോട്ട് ഗാന്ധിസ് അസാസിനേറ്റ് എന്ന് പറയുന്ന, ഗാന്ധിയെ കൊന്നവരെയല്ല തങ്ങൾക്ക് വേണ്ടത്, ചാൻസലർ ആയിട്ടുള്ള ആളെയാണ് തങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഈ എസ്എഫ്ഐ ഈ സർവകലാശാല ആസ്ഥാനത്ത് ഉയർത്തിയ ബാനറിലൂടെ പറയുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ എസ്എഫ്ഐ പ്രവർത്തകർ അംബേദ്കറുടെയും അതിനൊപ്പം തന്നെ ഗാന്ധിയുടെയും ചിത്രങ്ങളാണ് എസ്എഫ്ഐ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ സ്ഥാപിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എസ്എഫ്ഐ പ്രവർത്തകർ അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ ചാൻസലർക്കെതിരെയുള്ള ബാനർ കെട്ടുന്നതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. അത് പോലീസ് തടഞ്ഞതോടുകൂടിയാണ് ഇത്തരത്തിൽ ഗാന്ധിജിയുടെയും അംബേദ്കറിന്റെയും ചിത്രങ്ങൾ, ഫ്ലക്സുകൾ ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ എസ്എഫ്ഐ പ്രവർത്തകർ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും എസ്എഫ്ഐ പ്രവർത്തകർ ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ മഹാത്മാഗാന്ധിയുടെയും ഒപ്പം BR അംബേദ്കറിന്റെയും ചിത്രം ഉയർത്തിക്കൊണ്ടാണ് എസ്എഫ്ഐയുടെ പ്രതിഷേധം കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ നടക്കുന്നത്. ഇന്നിവിടെ സിൻഡിക്കേറ്റിലേക്കുള്ള വിദ്യാർത്ഥി പ്രതിനിധിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഒപ്പം
സെനറ്റ് യോഗവും നടക്കുന്നുണ്ട്. അത് തന്നെയാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിനെതിരെയും ഇത്തരത്തിൽ SFI വിദ്യാർത്ഥി സംഘടന വലിയ രീതിയിൽ പ്രതിഷേധം നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾക്കെതിരെ, അതായത് ഈ കാവ്യവൽക്കരണം എല്ലാ യൂണിവേഴ്സിറ്റികളിലും നടത്തണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാടിനെതിരെയായിരുന്നു SFI അന്ന് പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ബാനറുകൾ ഉയർത്തുന്ന സാഹചര്യങ്ങൾ പല ഘട്ടത്തിലും നമ്മൾ കണ്ടതാണ്. അതായത് ഇവിടെ പുതിയൊരു ഗവർണർ വരുമ്പോൾ വലിയ രീതിയിൽ ആദ്യം സർക്കാരിനെയും ഒക്കെ പ്രശംസിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു കടന്നുവരവ്. ആ ഒരു ചടങ്ങിലൊക്കെ അദ്ദേഹം അങ്ങനെയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പോൾ നോക്കുമ്പോൾ സർക്കാരിനെതിരെ തിരിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഒരു പക്ഷേ നമുക്കറിയാം, കേരളത്തിനെ പോലും അപമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ രാജ്ഭവനിൽ RSS നേതാക്കളുടെയൊക്കെ ഫോട്ടോ പതിപ്പിച്ചുകൊണ്ട് ആ ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്ന സാഹചര്യം കൂടിയുണ്ടായത്. അതായത് മുൻ ഗവർണറിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഈ രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്ന ഈ പുതിയ ഗവർണറുടെ നിലപാടിൽ നിന്നും വ്യക്തമാകുന്നത്. അതിനെതിരെ തന്നെയാണ് ഇപ്പോൾ SFI പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. സുലേഖ, ഗവർണർ ചുമതല ഏറ്റെടുത്തു മുതൽ ആദ്യഘട്ടത്തിലൊക്കെ തന്നെയും വലിയ രീതിയിൽ സർക്കാരിനെ പ്രശംസിച്ചു കൊണ്ടുവന്ന ഗവർണർ പിന്നീട് അങ്ങോട്ട് പടിപടിയായി ഈ RSSകാരുടെ അല്ലെങ്കിൽ അത്തരത്തിൽ കാവ്യവൽക്കരണം സർവകലാശാലകളിൽ അടക്കം നടത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിരുന്നത് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഈ സെനറ്റിലടക്കം ഗവർണറുടെ നോമിനിയായി കൊണ്ടുവന്നത് ഈ ജന്മഭൂമിയിലെ എഡിറ്ററെ ആണ് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ എല്ലാ രീതിയിലും നേരത്തെ ഉണ്ടായിരുന്ന മുൻ ഗവർണർ അല്ലെങ്കിൽ ചാൻസലർ ഉണ്ടായിരുന്ന അതേ നിലപാട് തന്നെയാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന പുതിയ ഗവർണർക്കും എന്നുള്ളത് തന്നെയാണ്. സർവകലാശാലകളിൽ കാവ്യവൽക്കരണം നടത്തുക എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ കാവ്യവൽക്കരണം സർവകലാശാലകളിലൂടെ നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഗവർണറുടെയും നിലപാട് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നമുക്ക് മുന്നിലുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം അത് SFI കാര്യക്ഷമമായി തന്നെ, അല്ലെങ്കിൽ SFIയുടെ ഭാഗത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ ഗവർണർക്കെതിരെ ഉയരുന്നു എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഭദ്ര സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ RSS പ്രചാരകരുടെ ഫോട്ടോകൾ രാജ്ഭവനിൽ ഉയർത്തിയത്. അതിന് പിന്നോടിയായി തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ടിടത്ത്, അതായത് യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റിന് പുറത്തും യൂണിവേഴ്സിറ്റിക്ക് മുൻപിലും ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതായത് യൂണിവേഴ്സിറ്റിയുടെ അകത്ത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് വെച്ചിട്ട് അവിടെ സമാധാനപരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് തന്നെയാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് നോക്കുമ്പോൾ പോലീസ് തടയുന്ന ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട്. ഭദ്ര, ആദ്യഘട്ടത്തിൽ യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് ബാനർ കെട്ടാനാണ് SFI പ്രവർത്തകർ ശ്രമിച്ചത്. നമുക്ക് വേണ്ടത് ചാൻസലറെയാണ്, അല്ലാതെ ഗാന്ധിയുടെ ഘാതകരെയല്ല എന്ന് പറയുന്ന ആശയം ഉണർത്തുന്ന ഒരു ബാനറാണ് SFI ആദ്യം ഉയർത്താൻ ശ്രമിച്ചത്. അത് സർവകലാശാലയ്ക്ക് പുറത്ത് ഗേറ്റിന് മുന്നിലാണ് ഇത്തരത്തിലുള്ള ബാനർ ഉയർത്താൻ ശ്രമിച്ചത്. പക്ഷേ അത് പോലീസ് തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീടാണ് ഈ പ്രവർത്തകർ പ്രതിഷേധമായി ഇത്തരത്തിൽ സർവകലാശാലയ്ക്ക് അകത്ത് വരികയും സർവകലാശാലയ്ക്ക് മുന്നിൽ ഇപ്പോൾ കാണുന്ന ദൃശ്യപ്രകാരം ഈ ഗാന്ധിജിയുടെയും ഒപ്പം BR അംബേദ്കറുടെയും ചിത്രങ്ങൾ കെട്ടുന്നൊരു സാഹചര്യം ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. ഈ പുറത്ത് കിട്ടുന്ന ബാനർ അത് ഈ പോലീസ് തടഞ്ഞതോടുകൂടിയാണ് പ്രവർത്തകർ അകത്ത് കയറി, സർവകലാശാലയ്ക്ക് അകത്ത് കയറി ഇത്തരത്തിൽ ഗാന്ധിയുടെയും BR അംബേദ്കറുടെയും ചിത്രം ഈ സർവകലാശാല മതിലിന് കെട്ടുന്നൊരു നിലയുണ്ടായിട്ടുള്ളത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗവർണറുടെ ഈ RSS നിലപാടിനെതിരെ, സംഘപരിവാർ നിലപാടിനെതിരെ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ തന്നെ SFIയുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഈ വിദ്യാർത്ഥികളെ ഈ വിദ്യാഭ്യാസം അത് കാവ്യവൽക്കുന്ന ഒരു നിലപാടാണ് ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അത് പാടില്ല, നമുക്ക് ചാൻസലറെയാണ് വേണ്ടത് എന്നുള്ള നിലപാട് തന്നെയാണ് SFI ആദ്യം മുതൽക്കേ കൈക്കൊണ്ടിരുന്നത്.
വിവിധ പ്രതിഷേധങ്ങൾ, വിവിധ പരിപാടികൾ SFIയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന മുൻ ചാൻസലർക്കെതിരെയും ഇത്തരത്തിലുള്ള നിരവധിയായ പ്രതിഷേധങ്ങൾ SFIയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോഴും SFIയുടെ ഭാഗത്തു നിന്ന് നടക്കുന്ന പ്രതിഷേധങ്ങൾ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ രാജ്ഭവനിൽ RSS പ്രചാരകരുടെ ഫോട്ടോകൾ ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ SFIയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ SFI കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ ഈ ഗാന്ധിയുടെയും ഒപ്പം അംബേദ്കറുടെയും ചിത്രങ്ങൾ ഉയർത്തി വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ BC പങ്കെടുക്കുന്ന സെനറ്റ് യോഗം ഇന്ന് കേരള സർവകലാശാലയിൽ നടക്കുന്നുണ്ട്. അതിന് മുന്നോടിയായാണ് ഇത്തരത്തിൽ SFI പ്രവർത്തകർ സർവകലാശാലയിലേക്ക് എത്തുകയും SFIയുടെ നിലപാട് വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെ ഗാന്ധിയുടെ ഘാതകരെയല്ല തങ്ങൾക്ക് വേണ്ടത് ചാൻസലറാണ് എന്ന് വ്യക്തമാക്കുന്ന ബാനർ ഉയർത്താൻ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ ശ്രമിച്ചതും അത് പോലീസ് തടഞ്ഞതോടുകൂടിയാണ് ഈ സർവകലാശാലയ്ക്കകത്ത് കയറി ഇത്തരത്തിൽ ഈ പ്രവേശന കവാടത്തിന് മുന്നിൽ ഈ ഗാന്ധിയുടെയും ഒപ്പം അംബേദ്കറിന്റെയും ചിത്രങ്ങൾ മതിൽ വലിച്ചു കെട്ടിയിട്ടുള്ളത്. ഇത്തരത്തിൽ എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചാൻസലറായിരിക്കുന്ന ഗവർണറുടെ ഇത്തരത്തിലുള്ള RSS സംഘപരിവാർ അജണ്ടകൾ അത് സർവകലാശാലയ്ക്ക് അകത്ത് നടത്താൻ കഴിയില്ല എന്നത് തന്നെയാണ് SFI വ്യക്തമാക്കുന്നത്. ഭദ്ര.